ഞാൻ ഡോക്ടർ അനു കെ വാസു, കുട്ടികളുടെ ഗ്യാസ്ട്രോ ഹെപ്പറ്റോളജി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഞാൻ കിംസ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹെപ്പറ്റോബ്ലാസ്റ്റോമ എന്നൊരു ലിവർ ക്യാൻസറിനെ കുറിച്ചാണ്. ഹെപ്പറ്റോബ്ലാസ്റ്റോമ കൂടുതലായും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലിവർ ക്യാൻസറാണ്. ഇത് ലിവർ ക്യാൻസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റോബ്ലാസ്റ്റോമ. ഈ ലിവർ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ഹെപ്പറ്റോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു COPL4 എന്ന പ്രോട്ടോകോൾ വെച്ചിട്ട് ഘട്ടം ഘട്ടമായുള്ള കീമോതെറാപ്പിയും സർജറിയും വഴിയാണ് നമ്മൾ ഈ ഒരു ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. കീമോതെറാപ്പി 3 to 4 സ്റ്റേജസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ട്യൂമറിനെ കംപ്ലീറ്റ് ആയി നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ലിവർ ട്യൂമർ ആണ്. ആയതുകൊണ്ട് ഈ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് ലിവറിൽ നിന്ന് സർജറി ചെയ്ത് മാറ്റം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ ട്യൂമർ നമ്മുടെ ലിവറിൽ നിന്ന് മാറ്റം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ ട്യൂമർ റിക്കറൻസ് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ റിസ്ക്കും ഉണ്ട്. നമുക്ക് ലിവർ സർജറി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ ട്യൂമർ ലിവറിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് ലിവർ സർജറി അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷവും നമ്മൾ കീമോതെറാപ്പി എടുക്കേണ്ടതാണ്. അങ്ങനെ ഈ കീമോതെറാപ്പി അല്ലെങ്കിൽ ലിവർ സർജറി സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ ഏകദേശം ഒരു 80 മുതൽ 85% നമുക്ക് ട്രീറ്റ്മെന്റ് സക്സസ് ഈ ഒരു ക്യാൻസറിൽ ലഭിക്കുന്നതാണ്. ഈ ക്യാൻസറിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കൊരു ട്യൂമർ മാർക്കർ ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓരോ കീമോതെറാപ്പി സൈക്കിളിന് ശേഷവും നമുക്ക് ഈ ഒരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് റെസ്പോൺസ് ഈ AFPയുടെ ലെവൽ നോക്കി മോണിറ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി ചെയ്ത ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ AFPയുടെ വാല്യൂ നോക്കി മുന്നേ വരുന്ന ഒരു 3 മുതൽ 5 വർഷങ്ങൾ വരെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. എപ്പോഴെങ്കിലും ഈ ട്യൂമർ റിക്കറൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AFPയുടെ വാല്യൂ കൂടുന്നത് വെച്ച് അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ തീർച്ചയായും ഹെപ്പറ്റോബ്ലാസ്റ്റോമ എന്നൊരു ലിവർ ട്യൂമർ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് സെന്ററിലേക്ക് റെഫർ ചെയ്യേണ്ടതാണ്. താങ്ക് യു.